ശ്രീ എം എൻ കാരശ്ശേരിയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് ഇപ്പോൾ ഈ ആളുകളൊക്കെ ഒപ്പം തന്നെയാണ് താൻ അധ്യാപന വൃത്തി നടത്തുക. ആദ്യം ആർട്സ് കോളേജിലായിരുന്നു. ആദ്യം അധ്യാപനമല്ലാത്ത പത്രപ്രവർത്തനമായിരുന്നു മാതൃഭൂമിയിൽ. പിന്നെ അധ്യാപന വൃത്തിയിലേക്ക് ചേർന്നു. ഈ പശ്ചാത്തലം ഒന്ന് പറയാം. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, ഓർക്കുന്നത്, പറയുന്നത് എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരെക്കാൾ, എൻ്റെ സഹപാഠികളെക്കാൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ അധ്യാപകരെയാണ്. ഇപ്പോൾ 2ാം ക്ലാസ്സിലുണ്ടായിരുന്നൊരു AK അബ്ദുറഹ്മാൻ കുട്ടി മാഷ്, 5ാം ക്ലാസ്സിലുണ്ടായിരുന്ന KT ഫിലിപ്പ് മാഷ്, 6ാം ക്ലാസ്സിലുണ്ടായിരുന്ന നെട്ടയം ശിവദാസൻ മാഷ് എന്ന് പറയും. ഹൈസ്കൂളിൽ എന്നെ പഠിപ്പിച്ച മാഞ്ഞു മാഷ്, കോളേജിൽ എന്നെ പഠിപ്പിച്ച തമ്പുരാൻ മാഷ്, MAക്ക് വേണുവാല പണിക്കർ, ചാത്തനാത്ത് അച്യുതനുണ്ണി, അഴീക്കോട് മാഷ്, ഇങ്ങനെ. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ അവരോട് എതിർക്കുകയോ തർക്കിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് അവർക്കും അറിയാം. അപ്പോൾ എൻ്റെ കണക്കിന് ഈ ലോകത്തെ ഏറ്റവും നല്ല പണി ഒരു ഡോക്ടർ പണിയാണ്. ഒരു ഡോക്ടറാണ്. കാരണം ഒരാൾ വേദനയായിട്ട് വന്നാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുമല്ലോ. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം, അല്ലെ സർജറി നടത്താം, അല്ലെ ഗുളിക കൊടുക്കാം, അല്ലെ മരുന്ന് കൊടുക്കാം, മാറിയല്ലോ, സൂക്കേട് മാറിയല്ലോ. അത് വലിയ പുണ്യകർമ്മമായിട്ട് ഞാൻ കാണുന്നത്. അതില്ല എങ്കിൽ രണ്ടാമത്തെ പണി അധ്യാപന. അപ്പോൾ എനിക്കാണെങ്കിൽ സയൻസ് ഒരു മണ്ണും കാണുമെന്ന് വെച്ചല്ല, എനിക്കൊന്നും പഠിക്കാൻ കഴിയും, എനിക്ക് അറിഞ്ഞുകൂടും, ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അധ്യാപകനാവണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. അതെങ്ങനെ വെച്ചാൽ എൻ്റെ മോഹങ്ങളുടെ ഗതി എന്താ വെച്ചാൽ, ഞാൻ BAക്ക് പഠിക്കുമ്പോൾ എനിക്ക് മോഹം ഉണ്ടായിരുന്നത് മാതൃഭൂമി സബ് എഡിറ്റർ ആവണമെന്നാണ്. MAക്ക് പഠിക്കുമ്പോൾ മോഹം ഉണ്ടായിരുന്നത് ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനാവണമെന്നാണ്. PhDക്ക് വർക്ക് ചെയ്യുമ്പോൾ മോഹം ഉണ്ടായത് യൂണിവേഴ്സിറ്റി അധ്യാപകനാവണമെന്ന്. ഇത് 3 ഞാനായി. അത്ര ചെറുതായിരുന്ന എൻ്റെ ആഗ്രഹങ്ങളൊക്കെ, എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ ഒരു MLA ആവണമെന്നോ, മന്ത്രി ആവണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ആവണമെന്നോ, അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആവണമെന്നോ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആവണമെന്നോ ഒന്നും എനിക്ക് ഒരിക്കലും മോഹം ഉണ്ടായിട്ടില്ല. ഇതായിരുന്നു എൻ്റെ മോഹം. എൻ്റെ മോഹങ്ങളൊക്കെ സാധിച്ച ഒരാളാണ്. എഴുത്തിലും ചാനൽ ചർച്ചയിലും പ്രഭാഷണത്തിലും ക്ലാസ്സിലും ഒക്കെ ഞാൻ എടുക്കുന്ന ഒരേ പണിയാണ്. പക്ഷേ എൻ്റെ എക്സ്പ്രഷൻ്റെ രീതികൾ വ്യത്യാസമുണ്ട്, അല്ലേ? ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രസംഗിക്കുമ്പോഴല്ല എഴുതുക. നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്. പ്രസംഗക്കാരൊക്കെ എഴുതുമ്പോൾ പ്രസംഗിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സുകുമാർ ആയിക്കോട്ടെ, പ്രസംഗം തന്നെ എഴുത്തിൻ്റെ രൂപം. അതെ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് നന്നെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് എൻ്റെ ഗുരുനാഥനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേമാന്ന് എനിക്ക് ഞാൻ പറയും അഭിപ്രായമുണ്ട്. പക്ഷേ ആ പ്രസംഗം പോലെ ഈ മുണ്ടശ്ശേരിക്കുണ്ട് ഈ പ്രസംഗം. അങ്ങനെ ബൊംബാസ്റ്റിക് സ്റ്റൈലും മാരാരുടെ എഴുത്തിൻ്റെ ആ പ്രിസിഷൻ കിട്ടില്ല. മുണ്ടശ്ശേരിക്കില്ല. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രസംഗിക്കാൻ കഴിയുന്നവർക്ക് എഴുതും ചെയ്യാൻ പറ്റും, അല്ല എഴുതാൻ കഴിയുന്നവർ പ്രസംഗിക്കുന്നു, പ്രസംഗിക്കാൻ കഴിയുന്നവർ എഴുതുന്നതാണ് നമ്മുടെ നാട്ടിലെ വിചാരം. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് തമിഴ് ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. അതൊരാൾ എന്നാൽ ശരി, കർണാടകത്തിൽ നിങ്ങൾ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രസംഗം ഒരു തരം, എഴുത്ത് വേറെ തരാം. അതിന് രണ്ടിൻ്റെയും ഡിസിപ്ലിനും അതിൻ്റെ ക്രാഫ്റ്റും ഒക്കെ വ്യത്യാസമാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. പ്രസംഗത്തിൽ ശാഖാചംക്രമണം നമ്മൾ പലയിടത്തൊക്കെ ഇങ്ങനെ പോയിട്ട് അത് നല്ലതാണ്. കാരണം ശ്രോതാക്കൾക്ക് അതൊരു റിലീഫാണ്. നമ്മളിങ്ങനെ ഒരു കഥ പറഞ്ഞിങ്ങനെ പോയി, ലേഖനത്തിന് പറ്റില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾക്ക് ആ മനസ്സാന്നിധ്യം പ്രസവം മൈൻഡ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുക്ക് ഒരു കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ഒരാളെ ഒന്ന് പരിഹസിച്ചു. ഇതൊക്കെ പ്രസംഗത്തിൻ്റെ എഫക്റ്റിന്, അതിൻ്റെ പൂർണ്ണതയ്ക്ക്, അതിൻ്റെ അനുഭവത്തിന് നല്ലതാണ്. ഇങ്ങനെയല്ല എഴുത്ത് ഇപ്പോൾ ശാഖാചംക്രമണം എഴുത്തിൽ വലിയ കുറ്റമാണ്. ഞാൻ ഒരു ഉദാഹരണം. പിന്നെ ഈ എഴുത്തിൽ കഴിയുന്നത്ര യുക്തിഭദ്രമായിട്ടാണ് ലേഖനം എന്ന കാര്യം പറഞ്ഞത്, കഥകളുടെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അതായത് അതിലിപ്പോൾ കഴിയുന്നത്ര ചുരുക്കി ആമുഖങ്ങളൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഒരു ചെറിയ ആമുഖമൊക്കെ വേണം. അതിലൊരു തമാശയോ ഒരു ആത്മപരിഹാസമോ അല്ലെങ്കിൽ വേറെ പരിഹാസമോ ഒക്കെ ആയിട്ട് അങ്ങനെയാണത്. നമ്മളെ കൂടെ കൂടണം. ഇതൊന്നും എഴുത്തിലിതൊന്നും വേണ്ട. ഈ പ്രസംഗത്തിനെ പറ്റി താൻ ഒരു അതൊന്ന് അറിഞ്ഞ അനുഭവം ഒന്ന് എന്താ അതിൻ്റെ പ്രസംഗത്തിൻ്റെ രഹസ്യം എന്ന് പറയും? പ്രസംഗം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു മാതൃകയായിട്ട് പറയും. എൻ്റെ അനുഭവമാണ് താൻ ചോദിച്ചത്. അതിൽ വികാരം വളരെ അത്യാവശ്യമാണ്. കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ വികാരം വേണം. വികാരമില്ലാതെ വിവരം മാത്രമായിട്ട്, വിവേകം മാത്രമായിട്ട്
വിചാരം മാത്രമായിട്ട്. പക്ഷെ ഞാൻ അതിനോട് വിയോജിക്കുന്നു. വികാരമില്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ദേശീയത എന്നുള്ളൊരു വികാരം, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ആളെ, നിങ്ങളുടെ ശ്രോതാവിനെ വൈകാരികമായി തൊട്ടില്ലെങ്കിൽ അത് ബാക്കിയാൻ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ തോന്നൽ. വികാരമില്ലാതെയാണ് ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കണ്ടല്ലോ, അതിൽ അവർക്കും ഒരു വികാരമില്ല, നമുക്കൊരു വികാരമില്ല. ഇപ്പോൾ ഞാനിതിനൊരു ഞാൻ ഓർക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിൽ ചരിത്രത്തിലെ മികച്ച പ്രഭാഷകരിലൊരാളാണ്. അദ്ദേഹത്തിനൊരു നിർവചനം ഞാൻ ഓർക്കുന്നുണ്ട്, വിചാരത്തെ വികാരമാക്കുന്ന കലയാണ് പ്രഭാഷണം. വിചാരത്തെ വികാരമാക്കുന്ന കല. ഇപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ ഏത് പ്രസംഗത്തിലും പലതരം വികാരങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഹാസ്യമായിരിക്കും, ചിരിക്കാതെ എന്ത് പ്രസംഗമാണ്, ചിരിക്കണമല്ലോ. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന രംഗം പറയുമ്പോൾ നമുക്ക് ശോകം വേണം, ചില ഘട്ടത്തിൽ നമുക്ക് ധാർമ്മിക രോഷം വേണം, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ മുഹമ്മദ് അബ്ദുലിനെ പറ്റി പറയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ജയിലിലോ അല്ലെങ്കിൽ പോലീസിനോട് അദ്ദേഹം കാണിച്ചൊരു ധീരകൃത്യം വേണ്ടി നമുക്കൊരു വികാരം, ഒരു ഉഷാർ, ഒരു ഉന്മേഷം വേണം. അങ്ങനെ ഇത് ശാരീരികമായി കൂടി നിങ്ങളെ സ്പർശിക്കുമ്പോഴേ പ്രസംഗമാവുള്ളൂ തന്നെ. ഞാനെപ്പോഴും അങ്ങനെയാണെന്നല്ല, ആ സ്പർശിക്കുമ്പോഴേ അത് ശരിക്കും പ്രസംഗമാവുള്ളൂ എന്നാണ് എൻ്റെ കണക്ക്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം എന്ന് പറഞ്ഞത് വേറെ കിട്ടും, വലിയ വലിയ വ്യത്യാസം അത്. അപ്പോൾ അത് വേണം എന്ന് ഞാൻ പറയുന്നു. ഇല്ലാതെ പ്രസംഗിക്കുന്ന ഒരാൾക്ക് അതാവാം. അപ്പോൾ ഒരാൾ ഇപ്പോൾ മുണ്ടശ്ശേരി, അദ്ദേഹത്തിന് തമാശയില്ല, ഞാൻ കേട്ടില്ല. മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിൽ തമാശയും കേട്ടില്ല. പിന്നെ അദ്ദേഹം കവിത ചൊല്ലാറില്ല, അഴീക്കോട് മാഷ് കവിത ചൊല്ലാറില്ല. അപ്പോൾ കവിത ചൊല്ലുന്നത് നല്ലതല്ലേ? കവിത ചൊല്ലുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ താളം ഒന്ന് വേറെയാണ്. അതിപ്പം വി പനോളി നന്നായിട്ട് കവിത ചൊല്ലും, ശ്ലോകങ്ങളൊക്കെ. ആലങ്കോട് ലീലാകൃഷ്ണൻ നന്നായിട്ട് നല്ല പ്രസംഗക്കാരനാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ കഥാപ്രസംഗക്കാരനാണ് ആലങ്കോട്. കഥാപ്രസംഗക്കാരനായിരുന്നു പ്രൊഫസർ MP മന്മഥൻ. മന്മഥൻ്റെ പ്രസംഗം ഞാൻ കേട്ടത് അവസാന കാലത്താണ്. നിർഭാഗ്യവശാൽ അത് നന്നായിരുന്നില്ല. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ ഞാൻ കേൾക്കുന്നത്, ശബ്ദമൊക്കെ മോശമായിരുന്നു. നമുക്കൊരു നിലപാട് വേണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മിനിറ്റ് കൊണ്ടോ 30 മിനിറ്റ് കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ ഒരു വിഷയത്തെ പറ്റി പ്രസംഗിക്കാം. അപ്പോൾ എന്താണ്, അതിലൊരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടാണ് നിങ്ങൾ ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന വിവേകം എന്ന് പറയുന്നത്, വിസ്ഡം എന്ന് പറയുന്നത്. നോളജ് അല്ല, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. അതായത് വിവരം, വിജ്ഞാനം, വിവേകം. വിവരം, വിജ്ഞാനം, വിവേകം. അപ്പോൾ ഈ വിവരവും ഉണ്ട്, വിജ്ഞാനവും ഉണ്ട്, വിവേകം ഉണ്ടാവണം. നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം. പിന്നെ വികാരം കിടക്കും. നിങ്ങൾ ഒരു പ്രസംഗം കേട്ട് നിങ്ങൾ കരഞ്ഞു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഉത്തേജിതനായി, ഉദ്ദീപ്തനായി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഉഷാറായി, നിങ്ങൾക്കൊരു ധാർമ്മിക രോഷം വന്നു. 2ാം ലോകമഹായുദ്ധം ജയിച്ചത് ബുള്ളറ്റ് കൊണ്ടല്ല, ചർച്ചിലിൻ്റെ വെടിയുണ്ട പോലെയുള്ള വാക്കുകൾ കൊണ്ടാണ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ പടയണികളിൽ, മുന്നണികളിൽ, വാർഫ്രണ്ടിൽ, റേഡിയോയിൽ ഈ സഖ്യശക്തികളുടെ പട്ടാളക്കാർ കേൾക്കുന്നത് ചർച്ചിലിൻ്റെ പ്രസംഗമാണ്. എങ്ങനെയാണ് നമ്മൾ ജർമ്മനിയെ തോൽപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അച്ചുതണ്ട് ശക്തികളെ തോൽപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഹിറ്റ്ലറെ നമ്മൾ നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളാണ്. ഇപ്പം ഇനി നമ്മൾ എഴുത്തിലേക്ക് വരാം. കാരശ്ശേരി ഇപ്പോൾ ആളുകൾക്ക് കാരശ്ശേരി എഴുത്തുകാരനാന്നുള്ളത് ഇപ്പോൾ മറന്നേ പോയിട്ട്. അല്ല, ആലോചിച്ച് നോക്ക്, താൻ എത്ര ദിവസം എഴുതിയ? 65, 75? അല്ല, ഞാൻ എഴുതി അത് എൻ്റെ ബുക്കുകളുടെ എണ്ണത്തിലൊരു പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തതുണ്ട്, ഞാൻ പുനരാഖ്യാനം നടത്തിയിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതുമായിട്ടാണ്. അപ്പം ഞാൻ എഴുതിയ ലേഖന സമാഹാരങ്ങളും പഠനങ്ങളും കൂടി ഒരു 10-40 ഉണ്ടാവും. അബു എരിങ്ങാട്ടിരിയുടെ ആത്മകഥാ പുസ്തകം വായിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഏറ്റവും അയാളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച 2 പുസ്തകങ്ങൾ, അതിലൊന്ന് മക്കയിലേക്കുള്ള പാതയാണ്. അതുണ്ടാക്കിയ അനുഭൂതി സാരമുണ്ടല്ലോ, അത് അയാൾ പിന്നെ ആ മരുഭൂമിയിലാണ് അറേബ്യയിൽ ജീവിച്ചത്. ഇപ്പോൾ ഈ 10-25 കൊല്ലോ 20 കൊല്ലോടെ ജീവിച്ചു. പക്ഷേ ഈ പുസ്തകത്തിലെ ആ ദൃശ്യങ്ങളും അതിൻ്റെ അനുഭവങ്ങളും എന്നും അയാളോടൊപ്പം നിന്നുണ്ട്. അപ്പോൾ തൻ്റെ ആ വിവർത്തനം അതിമനോഹരമായി. ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് അത്രയും എത്തിയില്ല, പക്ഷേ പകുതിയിലധികം വായിച്ചിട്ടുണ്ട്. 500 പേജുണ്ട്. 500 പേജ്. അപ്പോൾ അത്
ആണ് താൻ ആദ്യം പരിഭാഷ ചെയ്ത ഒരു വലിയ പുസ്തകമായിട്ട് ഞാൻ കാണാനത്. അല്ല, അതിന് മുമ്പ് മുല്ല നാസറുദ്ദീൻ കഥകളുണ്ട്. ചെറിയ അതെ. ഖുർആൻ എന്നുള്ള വചനങ്ങൾ, സെലക്റ്റഡ് വചനങ്ങൾ, തിരഞ്ഞെടുത്ത വചനങ്ങൾ പുനരാഖ്യാനുണ്ട്. പിന്നെ നബി വചനങ്ങളുടെ പുനരാഖ്യാനുണ്ട്, തിരുമൊഴികൾ. റൂമിയുടെ പ്രണയ കവിതകളുടെ ഒരു പരിഭാഷ സമാഹാരമുണ്ട്. ജിബ്രാൻ്റെ പ്രണയ കവിതകളുടെ ഒരു സമാഹാരമുണ്ട്. കൗതുക വാർത്തകളെ പോലെ ചെറിയ ചെറിയ ലേഖനങ്ങൾ ഇഷ്ടംപോലെ. താൻ നല്ല മിഡിൽ പീസ് എഴുത്തുകാരനാണ്. മിഡിൽ പീസ് അറിയാറുണ്ട്. ആ മിഡിൽ പീസിൻ്റെ ഒരു സമാഹാരമുണ്ട്. അതിൻ്റെ പേര് തുഞ്ചൻ പറമ്പിലെ ബ്ലീച്ച്. അതെ, ഞാൻ വായിച്ചിട്ടുണ്ട്. മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്ന മിഡിൽ പീസുകൾ വേറെ പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ മാപ്പിളപ്പാട്ട് സംബന്ധിച്ച് ഒരു ഗവേഷണ പ്രബന്ധം എഴുതും അങ്ങനെയൊന്നും അല്ല എഴുതില്ല. അതുപോലെയല്ല ഞാൻ വ്യക്തികളെ പറ്റി എഴുതുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ താൻ വ്യക്തികളെ പറ്റി എഴുതുന്നതാണ് ഏറ്റവും രസകരമായിട്ട് എഴുത്ത്. ഇപ്പോൾ തർക്കിച്ചും സ്നേഹിച്ചും തർക്കിച്ചും താനാണ് പേരിട്ട്. അതെ, എനിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അവതാരിക താനാണ്. അതെ, അത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അല്ല, അതിന് ക്രമമുണ്ടാക്കിയത് അതിൽ ആളുകളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഈ ആളുകളെയൊക്കെ ഞാനും അറിഞ്ഞതാണ്. ഇപ്പോൾ വിംസി എനിക്കറിയാലേ, പക്ഷേ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അവരെ ഓർക്കാനോ ഇങ്ങനെ സൂക്ഷ്മാംശങ്ങളോട് ആലോചിക്കാനോ പറ്റില്ല. ഒരു കാരണവുമില്ലാതെ ആളുകളോടുള്ള താല്പര്യമാണ് ശരിക്കും ഈ ആളുകളെ ഇങ്ങനെ വ്യക്തമായിട്ട് ഓർക്കാനുള്ള ഒരു പ്രചോദനം. ഇതൊരു മനുഷ്യ സ്നേഹമാണെന്ന് ഞാൻ പൊതുവെ സ്നേഹം കൊണ്ട് അങ്ങനെ സ്നേഹം കൊണ്ടേ പറ്റുള്ളൂ. ഇപ്പോൾ വിംസിയെ ഇഷ്ടമല്ലെങ്കിൽ വിംസിയുടെ ഈ പ്രത്യേകതകളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. തമ്പുരാനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റില്ല. CH മുഹമ്മദ് പെരിയാൻ എഴുതിയിട്ടുണ്ട്, തായാട്ടിനെ പറ്റി എഴുതിയിട്ടുണ്ട്, കൊടുങ്ങല്ലൂരിനെ പറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോഴിക്കോട്ടിലെ വ്യക്തിത്വങ്ങളെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഒരു പുസ്തകത്തിൽ കിട്ടണമെങ്കിൽ, തൻ്റെ പുസ്തകത്തിൽ തൻ്റെ അവതരണത്തോടു കൂടി കിട്ടണമെങ്കിൽ ആ ബുക്ക് വായിച്ചാൽ മതി. ഞാൻ ഏറ്റവും തൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി, മനസ്സിൽ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആളുകളെ പറ്റിയിട്ട്. അതിൽ നർമ്മമുള്ള വിധത്തിലുണ്ട്, കരുണരസമുള്ള ഇതിലുണ്ട്, ശോകമുള്ളതൊക്കെ ഉണ്ട്, അങ്ങനെ പല വിധത്തിലുണ്ട്. അതിപ്പോൾ ചേകനൂരിൽ എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ രക്തസാക്ഷിയാണ്. അതെ, കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തമാശയിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് തമാശയല്ലത്. അപ്പോൾ അത് വേറൊരു കാര്യമാണ്. നേരെ മറിച്ച് പിന്നെ തമ്പുരാനെ പറ്റി എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല. അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മറ്റേ വേറൊരു തരം എഴുത്തിലേക്ക് താൻ ഈ 1985 പ്രവേശിക്കുന്നുണ്ട്. അത് ഈ ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കടഹരജി, അങ്ങനെ അവിടെ മുതൽക്ക് വേറൊരു രാഷ്ട്രീയ സ്വഭാവമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇതിൽ ഗൗരവതരം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് അവിടെ മുതൽക്കാണ് ഇന്നത്തെ കാരശ്ശേരി ഉണ്ടാവും. NP മുഹമ്മദ്, PNM കോയട്ടി, മൂസായ ബേക്കർ, പ്രൊഫസർ ബഹാബുദ്ദീൻ, മങ്കട് അബ്ദുൽ മൗലവി തുടങ്ങിയുള്ള ആൾക്കാരെ കൂടി ഇസ്ലാം ആൻഡ് മോഡേണിജ് സൊസൈറ്റി ഉണ്ടാക്കി. അതിനു മുമ്പേ NP മുഹമ്മദ് 65 ശരീഅത്തിനെതിരായിട്ട് ലേഖനം എഴുതുന്നുണ്ട്. പിന്നെ ബഷീറിൻ്റെയും NPയുടെയും VP മുഹമ്മദിൻ്റെയും ഒക്കെ കഥകളിൽ ഈ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ UA ഖാദറിൻ്റെ കഥകളൊക്കെ ഉണ്ട്. KT മുഹമ്മദിനെ ഇതിൽ പെടുത്തണം. അതെ, KT മുഹമ്മദ് എന്ന് പറയുന്നത് 1953 അദ്ദേഹത്തിൻ്റെ ഇത് ഭൂമിയാന്നുള്ള നാടകം വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 53 ഡിസംബർ 17 ഞാൻ ഒന്നാമത്തെ കളി കോഴിക്കോട് ടൗൺ ഹാളിൽ കളിക്കുന്നത്. അപ്പോൾ KT ഇത് ഭൂമിയാണ് എന്നുള്ള. അപ്പോൾ ബഷീറിൻ്റെ നോവലുകളെക്കാളധികം ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാനിടയാക്കിയത് KTയുടെ നാടകങ്ങളാണ്. കാരണം നോവൽ അന്ന് ആരും വായിക്കുന്നില്ല, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അപ്പോൾ സ്ത്രീകൾ വായിക്കുന്നില്ലല്ലോ, നാടകം കാണുമല്ലോ. അപ്പോൾ വീട്ടിയുടെ നാടകത്തിനുള്ള എഫക്റ്റ് എന്താ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കടഹരജി എന്നുള്ള എൻ്റെ പുസ്തകം സമർപ്പിച്ചത് VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്നീ നാടകങ്ങൾക്കാണ്. അപ്പോൾ VTയെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പൊന്നുമില്ല. KT അങ്ങനെയല്ല, വ്യക്തിപരമായിട്ട് വളരെ അടുപ്പായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഉമ്മമാർക്ക് വേണ്ടി സങ്കടഹരജി എഴുതുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് വന്നപ്പോൾ എനിക്ക് വളരെ ആവേശം തോന്നി. കാരണം നേരത്തെ തന്നെ NPയുടെ ഒരു ശിഷ്യനായിട്ട് നടന്ന ആളാണ് ഞാൻ. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം, ബഷീർ ഇതാണ് അഭിപ്രായം. അപ്പോൾ പിന്നെ എനിക്ക് ചെറുപ്പത്തിലെ പരിചയമുള്ള ആളാണ് CN അഹമ്മദ് മൗലവി. 1970 എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ഖുർആൻ പരിഭാഷക്കാരനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതിനുവേണ്ടി ധാരാളം എഴുതി, ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ആളാണ് CN അഹമ്മദ് മൗലവി, മഹാപണ്ഡിതൻ. അതുപോലെ മൊയ്ത് മൗലവി പരിഷ്കർത്താവാണ്. ഇപ്പോൾ അബ്ദുറഹ്മാനൊക്കെ രാഷ്ട്രീയം മാത്രമല്ല, സാമൂഹ്യ പരിഷ്കരണമുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കണം ഇന്ന് അബ്ദുറഹ്മാൻ. പിന്നെ അബ്ദുറഹ്മാനല്ലേ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ അബ്ദുറഹ്മാൻ മുനിസിപ്പൽ കൗൺസിലറായിരിക്കുമ്പോൾ ഒരു പ്രമേയം വന്നു.
4ാം ക്ലാസ് വരെ ജാതിമത ഭേദമില്ലാതെ ആൺ പെൺ കുട്ടികൾക്ക് ഒരുപോലെ നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ പിറന്ന കോൺഗ്രസ്സുകാരനായ ഒരാൾ അതിനെ എതിർത്തു. മുസ്ലിം പെൺകുട്ടികൾ അതിനെ ഒഴിവാക്കണം, കാരണം ഞങ്ങളുടെ മതം അതിനെതിരാണ്. അയാൾ വർത്തമാനം പറഞ്ഞ് അടിച്ചിരുത്തുന്നത് അബ്ദുറഹിമാനാണ്. അത് പാസ്സാക്കിയ അബ്ദുറഹിമാൻ ഖുർആൻ പരിഭാഷ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദ് നൈസാമിനെ പോയി കണ്ട് അന്നത്തെ 40,000 ഉറുപ്പ്യ പാസ്സാക്കിച്ചു. അത് ഹിന്ദുവിൽ വാർത്ത വന്നപ്പോൾ മലബാറിന് നാനാഭാഗത്തുനിന്നും നൈസാമിന് കമ്പി സന്ദേശം പോവുകയാണ്, മതം പൊളിക്കുന്ന പണിയെടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ റദ്ദാക്കി. ആ അബ്ദുറഹിമാൻ്റെ ശിഷ്യനാണ് ആര്? സി എൻ അഹമ്മദ് മൗലവി. അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഭീമാപ്പള്ളിയിലൊരു സംഭവം ഉണ്ടായത്. ഭീമാപ്പള്ളിയിൽ അവിടെ ഒരു സ്ത്രീയെ വ്യഭിചാരം ആരോപിച്ചിട്ട് 100 അടി അടിക്കാൻ, ഹദ്ദടി എന്ന് പറയും, 100 അടി അടിക്കാൻ വെച്ചാൽ അവർ കേസ് കൊടുത്തു. അത് സഭയിലൊക്കെ വന്നു, എല്ലാവരും അതിനെ എതിർത്തു, കോടതി പോലീസൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ ഒന്നും അടിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഷാബാനു കേസിൻ്റെ വിധി വരുന്നത്. 1985 ഏപ്രിൽ 23 ഷാബാനു കേസിൻ്റെ വിധി എന്താണെന്ന് വിചാരിച്ചാൽ ഒറ്റവാക്ക് പറഞ്ഞാൽ, വിവാഹമുക്തയ്ക്ക് മരണം വരെയോ പുനർവിവാഹം വരെയോ ഭർത്താവ് ചെലവിന് കൊടുക്കണം. മുൻ ഭർത്താവാണ്, വിവാഹമുക്തയാണ്, മുൻ ഭർത്താവ്. അപ്പോൾ ആ നിയമത്തിൻ്റെ ആവശ്യത്തിൽ മുൻ ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണെന്നാ എൻ്റെ കണക്ക്. CRPC 125 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 125. ആ നിയമത്തിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് വിധി. അപ്പോൾ ഇവിടെ ഭയങ്കര എതിർപ്പായിരുന്നു. ആ എതിർപ്പിൻ്റെ ബഹളത്തിൽ തനിക്ക് ഓർമ്മയൊന്നും അറിയില്ല, നമ്മളിങ്ങനെ മുട്ടായിത്തരുള്ള ഇത് വർത്താനം പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ധാർമ്മിക രോഷമൊക്കെ, തനിക്ക് ഭയങ്കരമായി ദേഷ്യം. താൻ എന്തോ ഒലയ്ക്കവിടെ ഈ പറയുന്നത്, ഇതിങ്ങനെ എന്നോട് ഈ മുട്ടായിത്തരുള്ള എന്നോട് വർത്താനം പറഞ്ഞ് ചാടി കളിച്ചിട്ടും തൻ്റെ ധാർമ്മിക രോഷം കൊണ്ടൊരു കാര്യമില്ല, താനത് പോയിരുന്ന് എഴുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കേസ് ആരാ കൊടുക്കുക? ഞാൻ കൊടുക്കടോ. അപ്പോൾ ഞാൻ തന്നോട് പറഞ്ഞു, അതിൻ്റെ ഹെഡിങ് ഞാൻ പറയുന്നു. ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കടഹർജി ഞാൻ തന്നോട് ആദ്യം പറഞ്ഞു. താൻ പറഞ്ഞു, 1ാം തരം ഹെഡിങ്ങാണ്, അടുത്ത മാതൃഭൂമി വീക്കിലുടെ കവർ സ്റ്റോറിയാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ താൻ എനിക്ക് ആ ഒയാസിസ് നിന്ന് ഒരു ചായയും പൊറോട്ടയൊക്കെ മേടിച്ച് തന്ന് എന്നെ കൊണ്ട് ബസ് കയറ്റി അത് എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞു. അത് വെള്ളിയാഴ്ചയാണ്. അന്ന് വെള്ളിയാഴ്ച രാത്രിയുണ്ട്, ശനിയാഴ്ച ഉണ്ട്, ഞായറാഴ്ച ഉണ്ട്, തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ കിട്ടണം. ഞാൻ തന്നെ വിശ്വസിച്ചിട്ടാണ് ഇത് ഇരിക്കണമെന്ന് താൻ പറഞ്ഞു. ഞാൻ എത്തുമ്പോൾ 12:30 മണിയാണ്. അപ്പോഴേക്ക് താൻ ദേഷ്യം പിടിച്ച് ചാടിക്കളിച്ച് എന്താ വെച്ചാൽ പ്രസ്സിന്ന് വരികയാണ്, കാരണം ഇത് കവർ മാറ്റണം എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ വന്ന പാട് താൻ പിന്നെ എന്ത് ദേഷ്യപ്പെട്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, താൻ ഭക്ഷണം കഴിച്ചില്ല, നമുക്ക് ഊണ് കഴിച്ചിട്ട് വരാം. അപ്പോഴേക്ക് ഇത് അങ്ങനെയാണ് സാധനം വരുന്നത്. എന്നെ കൊണ്ട് എഴുതിച്ചത് താനാ. ആ ഒരു എൻ്റെ ഒരു ഗതിമാറ്റം എന്നുള്ളത് തൻ്റെ അന്നത്തെ ആ ക്ഷോഭാണ്. താൻ എന്തോ ഒലയ്ക്കായി ഈ പറയുന്നതെന്നുള്ളത്. പിന്നെ താൻ അന്ന് വീക്കിലി എഡിറ്റർ ആയതുകൊണ്ട് ഷാബാനു കേസിൻ്റെ വിധിയുടെ ഒരു അനാലിസിസ്, പിന്നീട് 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം വിമൻസ് ബില്ലിൻ്റെ അനാലിസിസ് പരിഭാഷപ്പെടുത്തി. അങ്ങനെ പിന്നെ ഞാനൊരു സീരിയസ് ആയ ഒരാളായി. അന്ന് എനിക്ക് ഓർമ്മയുള്ള 1-2 തമാശകൾ ഞാൻ പറയാം. ആ ലേഖനം വായിച്ചിട്ട് എന്നോട് വളരെ വാത്സല്യമുള്ള ആളാണ് MGS, ഇന്നും. അവ എന്നോട് പറഞ്ഞു, എടോ തൻ്റെ ലേഖനം വായിച്ചു, ഇത്രയും നല്ലൊരു ലേഖനം വായിച്ച് തന്നെ അനുമോദിക്കാൻ ഈ ജീവിതത്തിൽ ഇടയാവും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. താനീ പറഞ്ഞ കാരണം വല്ല തമാശയോ? തമാശ അല്ലാത്തൊക്കെ ഞാൻ അന്ന് ചിലതൊക്കെ എഴുതിയിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ മാരാരിലെ കർണവിഗ്രഹം എന്നുള്ള ലേഖനമൊക്കെ എഴുതിയിരുന്നു. അതൊന്നും താൻ തന്നെ കൊടുത്തത്. പിന്നെ താൻ പറഞ്ഞിട്ട് വല്ല KSRTC പറ്റി ലേഖനം എഴുതി. പിന്നെ ചുവന്ന കേരളം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആണ് മൊയ്തുമോനെ എടുത്ത് പോയപ്പോൾ എനിക്ക് രംഗം ആലോചിക്കാൻ വയ്യ. ദൂരദർശനിന് വേണ്ടിയിട്ട് MA ദിലീപ് എന്നുണ്ട്. ഈ കൊടുങ്ങല്ലൂരിൻ്റെ മകനാണ് MA ദിലീപ്. അപ്പോൾ ദിലീപ് കൊടുങ്ങല്ലൂരിനോട് ചോദിച്ചു, മൊയ്തു മൗലവിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയ ആളാണ്. അത് കാരശ്ശേരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ലല്ലോ ഇൻ്റർവ്യൂ എന്താ. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താൻ പറഞ്ഞിട്ട് തന്നെ ബഷീറിനെയും മറ്റുള്ളവരൊക്കെ അഴിക്കൊണ്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊയ്തു മൗലവി എന്ന് പറഞ്ഞത് വേറെ സാധനമാണല്ലോ. അദ്ദേഹത്തിനാണ് ചെവിയും കേൾക്കില്ല മൊയ്തുമൗലവിക്ക്. അങ്ങനെ അവിടെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി. ഇത് ഇങ്ങനെ കാരശ്ശേരിയാണ്. മൊയ്തു മൗലവി എന്ത് ഷാർപ്പാന്ന് ആലോചിച്ചു. ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കടഹർജി എഴുതിയ ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് എണീറ്റു. ഞാൻ ഞെട്ടിപ്പോയി. മൊയ്തു മൗലവിക്ക് അന്ന് 90 കഴിഞ്ഞിട്ടുണ്ടാവും.
ഇതുപോലെ ഡൽഹിയിൽ ഞാൻ അന്ന് വിജയനെ പരിചയമില്ല. ഈ ലേഖനം വന്നൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ക്ലാസിക് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ട്രാവൽ ഏജൻസി നടത്തിയിരുന്നത് എൻ്റെ സുഹൃത്ത് അരവിന്ദൻ. അപ്പോൾ അരവിന്ദൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് VK മാധവൻകുട്ടിയാണ്. വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ റാഫി മാർഗിൽ NIS ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ്ങിൽ അങ്ങോട്ട് കയറുമ്പോൾ ഒറ്റയ്ക്ക് വിജയൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് അരുൺ ചോദിച്ചു, മാഷ വിജയൻ മാഷ അറിയാലോ? ഞാൻ പറഞ്ഞു, വിജയൻ മാഷ എനിക്കറിയാം, ഞങ്ങളങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു പൈപ്പ് പിന്നെ കാവി നിറമുള്ള ഒരു മുട്ടുമറയുന്നൊരു ജുബ്ബ, പിന്നെ ഒരു കൈത്തറിയുടെ കണ്ണടയിരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ചോദിച്ചു, പിന്നെ മാഷക്ക് കാരശ്ശേരി അറിയാമെന്ന് ചോദിച്ചു. വിജയനിങ്ങനെ ചോദ്യം, ഉമ്മമാർക്ക് വേണ്ടി ഒരു സങ്കടഹർജി എഴുതിയ കാരശ്ശേരിയാണോ എന്ന് ചോദിച്ചു. അരവിന്ദനോട് ചോദിക്കണേ, എന്നോടല്ല. അതെ അതെ മാഷേ. അവൻ എൻ്റെ മുഖത്ത് നോക്കില്ല. അരവിന്ദൻ, ക്ഷമിക്കണം, ഞാനിപ്പോൾ തകഴിച്ചേട്ടന് 2 പെഗ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പ്രസ് ക്ലബിലേക്ക് പോവുകയാണ്. നിങ്ങൾ നാളെ വൈകുന്നേരം കാരശ്ശേരി കുട്ടി എൻ്റെ വീട്ടിൽ വരൂ. എൻ്റെ മുഖത്തേക്കേ നോക്കിയില്ല. അപ്പം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അരവിന്ദൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും വിജയമാഷ് പറയാറില്ല, വീട്ടിൽ കൂട്ടിയിട്ട് വരുന്നൊന്നും. അങ്ങനെ പോയിട്ട് അന്ന് 6 മണിക്കൂർ സംസാരിച്ചു. 6 മണിക്കൂർ. അപ്പോൾ ആദ്യം കാണുമ്പോൾ വിജയൻ എന്നോട് ചോദിക്കുന്നത്, ഞാൻ വരയ്ക്കട്ടെ എന്ന് വെച്ചാൽ എന്നോട്. വിജയനെ ചോദിക്കണത്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ, അല്ല എൻ്റെ മനസ്സിലൊരു കാരശ്ശേരി ഉണ്ട്. അതെങ്ങനെയാണ്? അത് കുറച്ചുകൂടി വയറുണ്ട്, പിന്നെ ഒരു വെള്ള ജുബ്ബട്ടുണ്ട്, പിന്നെ ഒരു കള്ളി കൊണ്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തലയിൽ ഇവിടെ ഒരു തൊപ്പിയുണ്ട്. ഈ അളകാവൂരിൽ വെച്ചിട്ട് KG ശങ്കരപ്പിള്ള എന്നോട് തന്നെ കണ്ടതിന് ശേഷം പറഞ്ഞു, ഈ കാരശ്ശേരി എന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ച ഒരു മൊയിലിയാരാണ്, ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ലല്ലോ കാണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ഒരു വാക്കിനെ താനാ പരിചയപ്പെടുത്തി KGSനെ. നമ്മുടെ കാരശ്ശേരി മൗലവി അല്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ എന്തിൻ്റെ മാഷ? ഞാൻ പറഞ്ഞു, മലയാളം മാഷാണോ എന്ന് ചോദിച്ചു. അല്ല, വലിയ വേറെ തമാശ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിലോ അതവിടെ താസിദറായിരുന്നപ്പോൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അവിടെ അവരുടെ കുടുംബത്തിലൊരു കല്യാണത്തിന് ഞാൻ ചെന്നതാണ്. അപ്പോൾ ഒരാൾ വരുമ്പോൾ എല്ലാവരോടും എണീറ്റു. അപ്പോൾ അദ്ദേഹം ജഡ്ജിയാണ്, ഖാലി എന്നാണ് പേര് ഓർക്കുന്നത്, ഇവരെന്തോ ബന്ധുവാണ്. വന്നപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഇരുത്തി എൻ്റെ അമ്മായിയപ്പൻ, എന്നിട്ട് പരിചയപ്പെടുത്തി. കാരശ്ശേരി ഞാൻ വായിച്ചിട്ടുണ്ട്. ഏത് കോടതിയിലാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വക്കീലല്ല. വക്കീലല്ലേ? മാഷാന്ന് പറഞ്ഞു. അപ്പോൾ ലോ കോളേജിൽ മാഷാണോ? അവനല്ല. എന്താ? ഞാൻ ആർട്സ് കോളേജിൽ. എന്തിനാ മാഷ? മലയാളം മാഷാണോ? അപ്പോൾ LLB എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ അത്ഭുതമായി. അത് ജഡ്ജിയാണ് ഇദ്ദേഹം. അങ്ങനെയൊക്കെ എൻ്റെ രൂപവും ഭാവവും സമ്പ്രദായവും എന്നെപ്പറ്റിയുള്ള പ്രതീക്ഷകളും ഒക്കെ മാറി. മാത്രമല്ല എനിക്ക് എതിർപ്പ് വരാൻ തുടങ്ങി. എന്നെപ്പറ്റിയുള്ള സന്തോഷം മുഴുവൻ പോയി. അന്ന് ഞാൻ കേട്ടിരുന്ന ഒരു പേര് ജൂതക്കുട്ടി എന്നാണ്. എനിക്ക് ഇസ്രായേലിൽ നിന്ന് പണം വരുന്നുണ്ട് എന്നായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു കണക്ക്. ഇതോടുകൂടി തന്നെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ് മാത്രമല്ല, തൻ്റെ റോള് മാറി. സമൂഹത്തിലുള്ള റോള് മാറി എന്ന് താനും തിരിച്ചറിഞ്ഞു, ആളുകളും തിരിച്ചറിഞ്ഞു. പിന്നെ വേറൊരു കാരശ്ശേരി ജനിക്കണം. പണ്ടത്തെ കാരശ്ശേരിയൊക്കെ പോയി. പണ്ടത്തെ കാരശ്ശേരി എന്നുള്ളത് കൗതുക വാർത്തയും ഫീച്ചറുകളും ഒക്കെ എഴുതുന്ന, ഇൻ്റർവ്യൂകളൊക്കെ എഴുതുന്ന ഒരാളായി. ഇതല്ലാതെ അതൊക്കെ ജേർണലിസ്റ്റിക്, വളരെ ജേർണലിസ്റ്റിക് ആയിരുന്നു. നല്ല ജേർണലിസ്റ്റിക് തന്നെയാണ്. ഇപ്പം ബഷീറിനെ പറ്റി നമ്മൾ ആ ഫുൾ പേജ് ഇൻ്റർവ്യൂ ഒക്കെ പ്രധാന ചിരി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഹിറ്റായി. മാത്രമല്ല ബഷീർ അന്ന് വാസ്തവത്തിൽ ഒരു മറവിയിൽ കിടക്കുന്ന ആളായിരുന്നു. അത്ര ഇങ്ങനെ ഇതായിട്ടില്ല. പിന്നെ ഈ ഇൻ്റർവ്യൂ ഒക്കെ വന്നു. അദ്ദേഹത്തിന് അതിനൊക്കെ എല്ലാ അർഹതയുണ്ട്. പക്ഷേ ഈ വേറൊരു ബഷീർ ഉണ്ടാവാതെ. അതെ, അതിന് കാരണക്കാരൻ കാരശ്ശേരിയാണ്. അല്ല, ഞാനല്ല, താനാണ് വീക്കെൻഡിൽ. താൻ എന്നോട് പറഞ്ഞു, എടോ നമുക്ക് ഈ വീക്കെൻഡ് ഒന്ന് ഉഷാറാക്കണം. എന്താ, എനിക്കൊരു ഐഡിയ ഇല്ല. തനിക്കാണെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ അതിന് ഞാൻ പണ്ടേ മനസ്സിലാക്കിയത്, പത്രപ്രവർത്തനത്തെ പറ്റി എന്നെക്കാൾ എത്രയോ തനിക്ക് ആശയങ്ങളും പുതുമയൊക്കെ ഉണ്ട്.
അപ്പോൾ താൻ പറഞ്ഞൊരു 3-4 ഇൻ്റർവ്യൂ വേണം, അത് നമുക്ക് ജോറായിട്ട് കൊടുക്കണം. അപ്പോൾ ആരും ഏട്ടാ ഒന്ന് ബഷീറായിട്ട് ആയിക്കോട്ടെ. അപ്പോൾ താൻ പറഞ്ഞാൽ താൻ ചെയ്താൽ മതി. അങ്ങനെ ഞാനത് ചെയ്യുന്നത്. 1980 എൻ്റെ ഓർമ്മ. അതെ, ഏതെല്ലാം രാജ്യങ്ങളിൽ ഇങ്ങനെ പ്രഭാഷണ ഡിസ്കഷൻ പരമ്പരയായിട്ട് വല്ലാതെയും പോയിട്ടുണ്ട്? ഞാനിപ്പോൾ പോയത് ഒന്ന് പ്രധാനമായിട്ട് പോയത് ഗൾഫ് നാടുകളിലാണ്. അതിപ്പോൾ നിത്യസന്ദർശകൻ. അതെ. പിന്നെ UK, അത് 2002 പോയി. ഇപ്പോൾ എൻ്റെ മകൻ അവിടെ ഉണ്ട്. ഇപ്പോൾ 2022 വീണ്ടും പോയി അവിടെ താമസിച്ചു. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും നടന്ന് പ്രസംഗിച്ചു. കാരണം വേറൊരു പണിയില്ല, അവർക്കൊരു ചിലവുമില്ല. പിന്നെ ഞാൻ 2006 അമേരിക്കയിൽ പോയിരുന്നു. 2019 വീണ്ടും അമേരിക്കയിൽ ഒരുമാതിരി എല്ലാ സ്ഥലത്തും ഞാൻ പോയി. പിന്നെ 2016 ഞാൻ അവിടെയുള്ള തൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ CMC ആണ്, എഴുത്തുകാരനാണ്, ചെറുകഥ എഴുതുന്ന ആളാണ്. പിന്നെ മനോഹർ തോമസ് ചെറുകഥ എഴുതുന്ന ആളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ചെറിയാൻ കെ ചെറിയാൻ കവിയാണ്. അങ്ങനെ ഒരുപടി ആളുകൾ. പിന്നെ 2016 ഞാൻ എൻ്റെ സ്നേഹിത ഒഫീറ ഗംലിയേൽ എന്ന് പറഞ്ഞ് ഒരു ഇസ്രായേലിൽ നിന്നൊരു പെൺകുട്ടി ഇവിടെ വന്ന് പഠിച്ചിരുന്നു, അറബി മലയാളമൊക്കെ പഠിച്ചിരുന്നു. അവർ വിളിച്ചിട്ട് ഞാൻ ബെർലിൻ യൂണിവേഴ്സിറ്റി പോയി. പിന്നെ ബോഹൂം യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഞാൻ സംസാരിച്ചു അറബി മലയാളത്തെ പറ്റിയാണ്. പിന്നെ അവിടെ എനിക്ക് വലിയ കൗതുകം തോന്നുന്നത് ജർമ്മനിയിൽ ഗുണ്ടറിൻ്റെ പേരിലൊരു ചെയറുണ്ട്. അവിടെ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കുകയൊക്കെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഗുണ്ടറിൻ്റെ ശവകുടീരം വീടൊക്കെ കണ്ടു. പിന്നെ ഗുണ്ടറിൻ്റെ പേരക്കുട്ടി ഹെർമൻ ഹെസ്സെ നൊബേൽ സമ്മാനം കിട്ടിയ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി. അദ്ദേഹത്തിൻ്റെ സിദ്ധാർത്ഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് ജർമ്മനി പോയി. പിന്നെ അവിടുന്ന് ഫ്രാൻസ് പോയി. പിന്നെ നെതർലാൻഡ്സ് പോയി. പിന്നെ നോർവേ പോയി. നോർവേയിൽ പ്രധാനമായിട്ട് ഓർക്കാനുള്ള കാര്യം എൻ്റെ സ്നേഹിത അനിത പ്രതാപ്, അവർ തനിക്കറിയാലോ വളരെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകയാണ്. അതെ, ഞാൻ അവരുടെ വാഴ്ത്തുപാട്ടില്ലാതെ എന്ന് പറഞ്ഞിട്ട് DC അടിച്ചിട്ടുണ്ട്. അത് അൺസങ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ സംവാദം നമ്മളിവിടെ സമാപിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോടൊത്ത് സഹകരിച്ച് സംവദിച്ച ശ്രീ MN കാരശ്ശേരിക്ക് ഈ ദൂരദർശൻ പ്രേക്ഷകരുടെയും എൻ്റെയും പേരിൽ ഹാർദമായ നന്ദി പറയുന്നു.